ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 ഭീഷ്മദേവന്റെ വിയോഗം. ശ്ലോകം 28. ധർമാർത്ഥകാമമോക്ഷാംശ സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവേദ്. വാക്കർത്ഥം: ധർമ്മ ഉദ്യോഗ സംബന്ധമായ കർത്തവ്യങ്ങൾ, അർത്ഥ സാമ്പത്തിക പുരോഗതി, കാമ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം, മോക്ഷ പരമമുക്തി, ച സഹ സമേതമായി, ഉപായാൻ അർത്ഥമാക്കുന്നു, യഥ അതേപോലെ, മുനെ ഹേ മുനി, നാനാവിധങ്ങളായ, ആഖ്യാന ഐതിഹാസിക ആഖ്യാനങ്ങളുടെ ഉച്ചാരണത്താൽ, ഇതിഹാസേഷു ഇതിഹാസങ്ങളിൽ, വർണ്ണയാം ആസ വിവരിച്ചു, തത്വവിദ് സത്യമറിയുന്നവൻ. വിവർത്തനം ഭാവത്തം വൈശ്വൽ പ്രഭാത്. വിവർത്തനം: പരമാർത്ഥത്തെ സംബന്ധിച്ച് നല്ലവണ്ണം പരിചിതനായിരുന്നതിനാൽ അദ്ദേഹം ഇതിഹാസങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്ത വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ ഉദ്യോഗ സംബന്ധമായ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. ഇവയൊക്കെ അദ്ദേഹത്തിന് സ്വയം ജീവിതത്തിൽ നിന്നും ശരിക്കും ബോധ്യപ്പെട്ട സത്യങ്ങളായിരുന്നു. ഭാവാർത്ഥം: പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നീ വേദസാഹിത്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമത്തിനനുസരിച്ചിട്ടുള്ള വിന്യാസത്തിലല്ലെങ്കിൽ തന്നെയും പണ്ടെങ്ങോ നടന്ന യഥാർത്ഥമായ ഐതിഹാസിക ആഖ്യാനങ്ങളാകുന്നു. സാമാന്യ ജനങ്ങൾക്ക് പ്രബോധം നൽകുന്നവയാകയാൽ കാലക്രമത്തിനനുസരിച്ചുള്ള പരാമർശങ്ങളില്ലാതെ തന്നെ അവ അനുരൂപങ്ങളായിരിക്കുന്നു. അതിനു പുറമെ അവ വിവിധ ഗ്രഹങ്ങളിൽ മാത്രമല്ല വ്യത്യസ്ത പ്രപഞ്ചങ്ങളിൽ സംഭവിച്ചവയുമാകുന്നു. അപ്രകാരം ആഖ്യാനങ്ങളുടെ വിവരണങ്ങൾ പലപ്പോഴും ത്രിമാനങ്ങളിൽ നിർണയിക്കുന്നു. നമ്മുടെ പരിമിതമായ ഗ്രഹണത്തിനുപരിയായി അവ ക്രമാനുഗതമല്ലെങ്കിൽ തന്നെയും അത്തരം സംഭവങ്ങളുടെ പ്രബോധന ശിക്ഷണങ്ങളിൽ മാത്രമേ നാം താൽപ്പര്യപ്പെടേണ്ടതുള്ളൂ. മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരായുന്നതിനനുസരിച്ച് ഭീഷ്മദേവൻ അത്തരം ആഖ്യാനങ്ങളെ വിശദീകരിച്ചു നൽകി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അപ്പോൾ ഭീഷ്മദേവൻ ആ ശരശയ്യയിൽ കിടന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, അതായത് പുരാണങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതായത് മഹാഭാരതം, രാമായണം എന്നീ വേദസാഹിത്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമത്തിനനുസരിച്ചുള്ള വിന്യാസത്തിലല്ലെങ്കിൽ തന്നെയും പണ്ടെങ്ങോ നടന്ന യഥാർത്ഥ ഐതിഹാസിക ആഖ്യാനങ്ങളാകുന്നു. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആധുനിക കാലത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ വേദഗ്രന്ഥങ്ങളായാലും ഇപ്പോൾ പ്രത്യേകിച്ച് രാമായണം, മഹാഭാരതം പോലുള്ള പുരാണങ്ങളൊക്കെ എല്ലാം അത് എല്ലാവരും ഒരു പുരാണങ്ങളാണ് അല്ലെങ്കിൽ അതൊരു കഥയാണ്, അത് ശരിക്കും നടന്നതല്ല എന്നാണ് ആളുകളുടെയൊക്കെ വിചാരം. അപ്പോൾ ഇതെല്ലാം ഒരു സാങ്കല്പികമായ കഥകൾ മാത്രമാണ് എന്നാണ് ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പുരാണങ്ങൾ അത് വസ്തുതപരമായ ചരിത്ര വിവരണങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് പണ്ടെങ്ങോ നടന്ന യഥാർത്ഥമായ ഐതിഹാസിക ആഖ്യാനങ്ങളാകുന്നു എന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം 100% നടന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുരാണങ്ങളിലൊക്കെ പല വിവരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്തെക്കുറിച്ച് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അനുഭവങ്ങൾ, നമുക്ക് വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു ബന്ധം തോന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് പൊരുത്തപ്പെടുന്നില്ല എന്ന് നമുക്കൊക്കെ തോന്നും. പക്ഷേ നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് പുരാണങ്ങളിലെ വിവരണങ്ങൾ, ഇപ്പോൾ രാമായണം, മഹാഭാരതമൊക്കെ ആയാലും അത് പറഞ്ഞേക്കുന്നത്, അതായത് ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പോലും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റു പ്രപഞ്ചങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെയാവും പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിനും അപ്പുറത്ത് ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണം വരെ നമ്മുടെ പല പുരാണങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന അനുഭവമായിട്ട് നമ്മളതിനെ കണക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്കൊരു ബന്ധം തോന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ലോകം എന്താണ് എന്ന് പോലും നമുക്ക് ശരിക്കും അറിവില്ല. കാരണം
മുകളിലെ ഗ്രഹങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നരകലോകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ശരിക്കും അതെന്താണ് എന്നൊന്നും ആളുകൾക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു അജ്ഞതയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുരാണങ്ങളിലെയും അതുപോലെ ഇതിഹാസങ്ങളിലെയൊക്കെ വിവരണങ്ങൾ നമ്മുടെ ഈ ഒരു അജ്ഞതയെ, നമ്മുടെ ആ ഒരു അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത് സാങ്കല്പികമായിട്ടുണ്ടാക്കിയ കെട്ടുകഥകൾ അങ്ങനെയൊന്നുമല്ല. അതായത് യഥാർത്ഥമായിട്ടുള്ള വസ്തുതകളെക്കുറിച്ച് ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അറിവ് നമ്മുടെ ആ ഒരു അറിവിനെ തന്നെ, നമ്മുടെ ആ ഒരു അജ്ഞതയെ മാറ്റി, ആ അന്ധകാരത്തെ മാറ്റി അവിടെ വെളിച്ചം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, സാമാന്യ ജനങ്ങൾക്ക് പ്രബോധം നൽകുകയാൽ കാലക്രമത്തിനനുസരിച്ചുള്ള പരാമർശങ്ങളില്ലാതെ തന്നെ അവയെ അനുരൂപങ്ങളാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മൾ ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം എന്ന് പറയുന്ന ആ ഒരു അധ്യായം പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ ചാപ്റ്ററായിട്ടാണ്, 14-ാമത്തെ അധ്യായമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഭഗവാൻ ജനിക്കുന്നത് നോക്കുകയാണെങ്കിൽ 10-ാമത്തെ സ്കന്ധത്തിൽ, ദശമസ്കന്ധത്തിലാണ് ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ജനനവും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിയായ ആ ഒരു നടന്ന ആ ഒരു ഓർഡറിലല്ല നമ്മുടെ ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാദ്യം സംഭവിച്ചിട്ട് പിന്നെ ഇത്, അങ്ങനെ ആദ്യം ജനിച്ചു പിന്നെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, കാലക്രമത്തിനനുസരിച്ച് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കാലക്രമത്തിന് നടന്ന ആ ഒരു ഓർഡറിലല്ലാണ്ട് പല വിവരണങ്ങളും നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓരോ ഇതിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താണോ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, അതിനു പുറമേ അവ വിവിധ ഗ്രഹങ്ങളിൽ മാത്രമല്ല വ്യത്യസ്ത പ്രപഞ്ചങ്ങളിൽ സംഭവിക്കുകയാകുന്നു. അപ്രകാരം ആഖ്യാനങ്ങളുടെ വിവരണങ്ങൾ പലപ്പോഴും പ്രമാണങ്ങളിൽ നിർണ്ണയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഭൂമിയിലെ കാര്യം മാത്രമാണ് നമുക്കറിയുള്ളൂ. നമുക്കറിയാം, മുൻകാലത്ത് ദേവന്മാരൊക്കെ ഇപ്പോൾ ഭൂമിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവർക്ക് സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ദേവന്മാരെ കാണാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു കലിയുഗത്തിൽ ദേവന്മാർ ഈ വന്നാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പക്ഷേ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് വെച്ച് അങ്ങനെ ഒരു ഇതില്ല എന്നല്ല. പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മുടെ പരിമിതമായ ഗ്രഹണത്തിനുപരിയായി അവ ക്രമാനുഗതമല്ലെങ്കിൽ തന്നെയും അത്തരം സംഭവങ്ങളുടെ പ്രബോധ ശിക്ഷണങ്ങളിൽ മാത്രം നാം താല്പര്യപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു അറിവ്, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ അത്രയും പരിമിതമാണ്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പത്മപുരാണത്തിൽ. അപ്പോൾ 9 ലക്ഷം ജലജീവികളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 9 ലക്ഷം ജലജീവികൾ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ആകെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയും എന്നല്ലാണ്ട് ഈ 9 ലക്ഷം സംഭവങ്ങളുണ്ട് എന്നൊന്നും എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. നമ്മുടെ ആ ഒരു അറിവിൻ്റെ പരിമിതി എന്നുള്ളത് എപ്പോഴും, നമ്മുടെ ആ ഒരു അറിവ് എല്ലാം വളരെ പരിമിതമാണ്. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ധാരണകളും സങ്കല്പങ്ങളും അനുഭവങ്ങളും അങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടുന്നവ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ളവ മാത്രം നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. കാരണം ആ ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടം, അത് പൂർണ്ണവും ആധികാരികവുമായിട്ടുള്ള ആ ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് വരുന്ന ആ ഒരു നമ്മുടെ അനുഭവങ്ങൾക്കും ധാരണകൾക്കും പരിധിക്ക് അപ്പുറത്തായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടുതൽ അറിവ് നേടാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു യോഗ്യത നേടുമ്പോഴാണ് അങ്ങനെ ഒരു യോഗ്യത നേടുമ്പോൾ നമുക്ക് ഈ വേദങ്ങളിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലാക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായിട്ടുള്ള പരിശീലനത്തിലൂടെ അങ്ങനെയുള്ള യോഗ്യതകൾ നേടുക എന്നുള്ളതാണ്. അപ്പോൾ മഹാരാജാവ് യുധിഷ്ഠിരൻ നമുക്ക് നോക്കിയറിയാം, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരായുന്നതിനനുസരിച്ച് ഭീഷ്മദേവൻ അത്തരം ആഖ്യാനങ്ങളെ വിശദീകരിച്ച് നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഭീഷ്മദേവരോട്. നമുക്ക് നോക്കിയാൽ അറിയാം, മുന്നത്തെ ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് കാണാം അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ചും നമുക്കറിയാം, വർണ്ണാശ്രമ ധർമ്മമൊക്കെ നമുക്കറിയാം, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ വർണ്ണാശ്രമ സിസ്റ്റം എന്താണ്, ഭൗതിക പ്രകൃതിയുടെ ആ ഗുണങ്ങൾക്കും അവയായിട്ട് ബന്ധപ്പെട്ട ആ പ്രവൃത്തിക്കനുസരിച്ച് മനുഷ്യരെ 4 വിഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു ബുദ്ധിമാനായ മനുഷ്യർ സദ്ഗുണാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ബ്രാഹ്മണരായിട്ടുള്ളവർ, പിന്നെ അടുത്തത് നമുക്ക് ആ ഭരണപരമായിട്ടുള്ള ആ ഒരു ഭാഗം, പിന്നെ ആ ഒരു അഭിനിവേശ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അവരെ ക്ഷത്രിയരെന്ന് വിളിക്കുന്നു. പിന്നെ വൈശ്യർ, കച്ചവടക്കാർ, അവർ ആ ഒരു അഭിനിവേശത്തിൻ്റെയും അജ്ഞതയെയും ആ ഒരു മിശ്രിതമായിട്ടുള്ള രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ശൂദ്രർ, തൊഴിലാളി വർഗം, അവർ ഭൗതിക പ്രകൃതിയുടെ അജ്ഞതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പല രീതിയിൽ തിരിച്ചേക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പൊതുവായ ലക്ഷ്യം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാക്കുന്നതിനായിട്ടാണ് സമൂഹത്തെ ഭഗവാൻ ഇങ്ങനെ 4ആയിട്ട് വിഭജിച്ച് സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രത്യേക തൊഴിലുകൾ ഓരോരുത്തർക്കും ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എന്നുള്ളത് പണം സമ്പാദിക്കുന്നതിനായിട്ട് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ പാപകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാനും തിരിച്ച് ഭഗവത് നാമത്തിലേക്ക് നമ്മുടെ ആ ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങാനും നമുക്ക് സ്വയം ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ആളുകൾക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ഭഗവാനിലേക്ക് മടങ്ങേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നോ ആ ഭഗവാനെക്കുറിച്ച് അറിയേണ്ടതാണ് എന്നൊന്നും ആളുകൾക്കറിയില്ല. അപ്പോൾ ആ ഒരു നമ്മുടെ ഇപ്പോൾ ആധുനികമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ശാശ്വതരായ ആ ഭഗവാന്റെ അംശമാണ്, നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചു മടങ്ങണം എന്നൊന്നും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ് എന്നറിയാത്ത അവസ്ഥയിലാണ്, അങ്ങനെ ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വേദങ്ങൾ, മഹാഭാരതം, ഭാഗവതം, ഭഗവത്ഗീത എന്നിവ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കില്ല. കാരണം അവർക്ക് ആ ഒരു ഈ ആത്മസാക്ഷാത്കാരം നേടേണ്ടത് എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യം, അപ്പം അതൊന്നും അറിയില്ല. അതുകൊണ്ട് അതറിയാത്തത് കൊണ്ട് അതിനു വേണ്ടി എങ്ങനെയാണ് ജീവിതം നയിക്കുക എന്നും അവർക്കറിയില്ല. അപ്പോൾ അതവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ഉത്തരവാദികളാണ്. നമ്മൾക്കിപ്പോൾ ഭൗതിക ലോകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് നിയമങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ കുറേ നിയമങ്ങളൊക്കെ പാലിച്ചാവും ജീവിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ഈ ഭൗതിക ശരീരം നമ്മൾ ഉപേക്ഷിച്ചാലും അടുത്ത ജന്മത്തിലും നമ്മുടെ ഈ ഇപ്പോൾ ചെയ്യുന്ന ഈ പാപപ്രവൃത്തികൾക്കൊക്കെ നാം ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുകൾ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം ചില പാപങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കഷ്ടപ്പെടേണ്ടി വരും ഈ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജന്മത്തിലോ. അപ്പം എങ്ങനെ ആയാലും നമ്മൾ ചെയ്ത ആ ഒരു തെറ്റിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചേ മതിയാവും. പക്ഷേ മനുഷ്യരൂപത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ തിരുത്താൻ നമുക്കൊരു അവസരം തരുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ നമുക്കറിയാം മറ്റുള്ള ജീവികളെ വെച്ചും ജീവജാലങ്ങളെ വെച്ചൊക്കെ നോക്കുമ്പോൾ ബുദ്ധി കുറച്ച് വികസിച്ച കൂട്ടത്തിലാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പല പാപപ്രവൃത്തികളും ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടാവും. ചിലത് നമുക്കറിയാതെ സംഭവിക്കുന്നതാവും, അല്ലെങ്കിൽ അബദ്ധത്തിൽ പറ്റുന്നതാവും, സാഹചര്യത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം മൂലം, അങ്ങനെയൊക്കെ പല തെറ്റുകളും ആളുകൾക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ സ്വയം തിരുത്തുകയാണെങ്കിൽ നമുക്ക് ആ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഏറ്റവും നല്ല പ്രായശ്ചിത്തം എന്നത് ഭഗവാന്റെ ആ ദിവ്യനാമം ജപിക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ആ ഒരു നാമജപം കൊണ്ട് മാത്രം നമ്മളെ എല്ലാ പാപത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. എല്ലാ പാപത്തിൽ നിന്നും ആ ഒരു നാമജപം നമ്മളെ മോചിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പം ആളുകൾക്ക് അങ്ങനെ അറിവുള്ളവളായി മാറണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആളുകൾ അറിവുള്ളവരായിട്ട് മാറുമ്പോൾ ഈ പുരാണങ്ങളുടെ വിഷയങ്ങൾ എന്താണ്, അപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം, പിന്നെ അതുപോലെ തന്നെ 2 പ്രധാന ഇതിഹാസങ്ങളാണ് പറയുന്നത്, രാമായണം, മഹാഭാരതം. അപ്പോൾ അത് എല്ലാം നമുക്ക് മനസ്സിലാക്കാനും നമുക്കറിയാം ഒരുപാട് കഥകളുടെ രീതിയിലൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സാങ്കല്പികമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ളതല്ല, ചരിത്ര വിവരണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിലുള്ള ആ ഒരു ഇപ്പോൾ രാമായണത്തിലായാലും ഇപ്പോൾ ഭാഗവതത്തിലായാലും ഇപ്പോൾ പാണ്ഡവർ, കൗരവർ, രാമായണത്തിലാണെങ്കിൽ ദശരഥ മഹാരാജാവ്, ഹനുമാൻ, സുഗ്രീവൻ, അവരെല്ലാവരും യഥാർത്ഥത്തിലുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് ശക്തികളും ഉണ്ടാകുന്നു. ഇപ്പോൾ ഹനുമാനെ നോക്കിയാൽ അറിയാം, നമുക്ക് രാമചന്ദ്ര ഭഗവാന്റെ ഏറ്റവും വലിയ ആ ഒരു ദാസ്യഭാവത്തിലുള്ള ഭക്തനായിരുന്നു.
അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ഉള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ആ ഒരു അറിവ് വർദ്ധിപ്പിക്കാനും നമുക്ക് ആത്മീയമായിട്ട് മുന്നേറാനും സാധിക്കുകയുള്ളൂ. അപ്പം അതാണ് 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 29-ാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മം പ്രവദസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോ വാങ്ചിത്തസ്തുത്തരായണഃ. വകതം ധർമ്മം കർമ്മസംബന്ധമായ കർത്തവ്യങ്ങൾ ധർമ്മം പ്രവദന്തഃ വിശദീകരിക്കുന്ന വേളയിൽ തസ്യ അദ്ദേഹത്തിൻ്റെ സ ആ കാലം സമയം പ്രത്യുപസ്ഥിത അതേപോലെ പ്രത്യക്ഷമായി അതാകുന്നു യോഗികൾക്കായി ചന്ദമൃത്യു സ്വയം തീരുമാനിച്ച സമയത്ത് മൃത്യു കൈവരിക്കുന്നവൻ വാങ്ചിത ആഗ്രഹിക്കയാൽ തു അതേസമയം ഉത്തരായണ സൂര്യൻ ഉത്തരായണത്തിൽ ഗമിക്കുന്ന വേളയിൽ. വിവർത്തനം ഭീഷ്മദേവൻ കർമ്മസംബന്ധമായ കർത്തവ്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ സൂര്യൻ്റെ ഗതി വടക്കേ ചക്രവാളത്തിൽ എത്തിച്ചേർന്നു. സ്വന്തം ഇച്ഛാനുസരണം ജീവൻ ത്യജിക്കുന്ന യോഗികൾ കാംക്ഷിക്കുന്ന സമയമാണിത്. ഭാവാർത്ഥം ഉത്തമ യോഗികൾക്ക് സ്വേച്ഛയാൽ അനുയോജ്യമായ സമയത്ത് അവരുടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കാനും ഉചിതമായ ഗ്രഹങ്ങളിൽ പ്രവേശിക്കാനും സാധിക്കുന്നു. പരമപുരുഷന്റെ ഹിതമനുസരിച്ച് തങ്ങളെ സ്വയം സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പൊതുവെ അഗ്നിദേവന്റെ ദീപ്തിപ്രവാഹവേളയിലും സൂര്യൻ ഉത്തരായണത്തിൽ വടക്കേ ചക്രവാളത്തിൽ ആയിരിക്കുമ്പോഴും ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നു. അപ്രകാരം അവർ ആത്മീയ ആകാശം പ്രാപ്തമാക്കുന്നു. വേദങ്ങളിൽ ഈ സമയങ്ങൾ ശരീരം ത്യജിക്കാൻ ഉത്തമമെന്ന് പരാമർശിച്ചിരിക്കുന്നു. യോഗതന്ത്രത്തിൽ പരിപൂർണരായ പ്രവീണരായ പൂർണ്ണാഭിജ്ഞരായ യോഗികൾ ഈ ആനുകൂല്യത്തെ പ്രയോജനപ്പെടുത്തുന്നു. ആഗ്രഹിക്കുന്ന പക്ഷം ഭൗതിക ശരീരം ത്യജിക്കാൻ കഴിവുള്ള ഒരവസ്ഥ പ്രാപ്തമാക്കുകയാണ് യോഗ പരിപൂർണതയുടെ അർത്ഥം. യാതൊരു ഭൗതിക യന്ത്രത്തിൻ്റെയും സഹായമില്ലാതെ ഏതു ഗ്രഹത്തിലും ഒട്ടും താമസം കൂടാതെ എത്തിച്ചേരാനുള്ള കഴിവ് യോഗികൾക്കുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്യുന്നത ഗ്രഹ സമൂഹങ്ങളിൽ എത്തിച്ചേരാൻ യോഗികൾക്ക് സാധ്യമാകുന്നു. എന്നാൽ ഇത് ഭൗതികവാദിക്ക് അസാധ്യമാണ്. മണിക്കൂറിൽ ദശലക്ഷക്കണക്കിന് മൈൽ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഉന്നത ഗ്രഹങ്ങളിൽ എത്തിച്ചേരാനുള്ള മനുഷ്യപ്രയത്നങ്ങൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഇത് വ്യത്യസ്തമായൊരു ശാസ്ത്രമാകുന്നുവെന്നു മാത്രമല്ല, ഭീഷ്മദേവന് ഇതിനെ എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് ശരിക്കും അറിവുമുണ്ടായിരുന്നു. തൻ്റെ ഭൗതിക ശരീരം ത്യജിക്കാൻ അനുയോജ്യമായ നിമിഷത്തെയാണ് അദ്ദേഹം കാത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ധീരോദാത്തരും കുലീനരുമായ പൗത്രർക്ക് പാണ്ഡവർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ആ സുവർണാവസരം സമാഗതമായി. ആകയാൽ ഉദാത്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ധർമാത്മാക്കളായ പാണ്ഡവരുടെയും ഭഗവാൻ വ്യാസദേവന്റെ നേതൃത്വത്തിലുള്ള ശ്രേഷ്ഠ സന്യാസിമാരുടെയും മറ്റു ഉത്കൃഷ്ട ആത്മാക്കളുടെയും സമക്ഷം ഭീഷ്മദേവൻ തൻ്റെ ഭൗതിക ശരീരം ത്യജിക്കാൻ തയ്യാറായി. അപ്പോൾ ഇവിടെ 29-ാമത്തെ ശ്ലോകത്തിൽ നമുക്കറിയാം, ഭീഷ്മദേവന് ഏറ്റവും ശുഭകരമായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹത്തിന് നമുക്കതേ ഒരു കഴിവുണ്ട്. സ്വന്തം ശരീരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ ത്യജിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങാനും സാധിക്കും. അപ്പോൾ പ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ഉത്തമ യോഗികൾക്ക് സ്വേച്ഛയാൽ അനുയോജ്യമായ സമയത്ത് അവരുടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കാനും ഉചിതമായ ഗ്രഹങ്ങളിൽ പ്രവേശിക്കാനും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഉത്തമ യോഗികൾക്ക് ശുഭകരമായിട്ടുള്ള സമയത്ത് ശരീരം ഉപേക്ഷിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അവരാഗ്രഹിക്കുന്ന ഗ്രഹങ്ങളിലേക്ക് അവർക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ ആ ഒരു ശരീരത്തിന് മേൽ, അവരുടെ ആ ഒരു ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ശരീരം ഇന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായും അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ അവരുടെ ആ ഒരു മനസ്സിനെയും പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് അവർക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ അത്രയും കേന്ദ്രീകരിക്കാനായിട്ട് അവർക്ക് കഴിയും.
അപ്പോൾ ഭാവാർത്ഥത്തിൽ പ്രഭാതർ പറയുന്നുണ്ട്, പരമപുരുഷൻ്റെ ഹിതമനുസരിച്ച് തങ്ങളെ സ്വയം സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പൊതുവെ അഗ്നിദേവൻ്റെ ദീപ്തിപ്രവാഹ വേളയിലും സൂര്യൻ ഉത്തരായണത്തിൽ വടക്കേ ചക്രവാളത്തിലായിരിക്കുമ്പോഴും ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നു. അപ്രകാരം അവർ ആത്മീയാകാശം പ്രാപ്തമാകുന്നു. അപ്പോൾ പ്രത്യേകം ഈ ഭൗതികമായിട്ടുള്ള ആകാശത്തിനപ്പുറം ആത്മീയമായിട്ടുള്ള ആകാശമുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണുകൾ കൊണ്ട് കാണുന്നത് ഭൗതികമായിട്ടുള്ള ആകാശം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഭഗവത്ഗീതയിൽ 8ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, പരസ്മാസ്തു ഭാവോ അന്യോ അവ്യക്താത് സനാതനഃ യസ സർവേഷു ഭൂതേഷു നശ്യസ്തുന വിനശ്യതി. അപ്പോൾ അതായത് വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിക്ക് അതീതമായിട്ട് സനാതനമായിട്ടുള്ള മറ്റൊരു വ്യക്തിഭാവമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. അപ്പോൾ സർഗാവസാനത്തിലും അതുപോലെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഭൗതികമായിട്ടുള്ള ആകാശത്തിൽ തന്നെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. നമുക്ക് ചിലതിനെ നമ്മൾ ഉയർന്ന ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു, ചിലതിനെ താഴ്ന്ന ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഈ ഭൗതിക പ്രപഞ്ചത്തിനും അപ്പുറം ഭൗതിക ഗ്രഹങ്ങൾക്കും എല്ലാം അപ്പുറം ആത്മീയമായിട്ടുള്ള ആകാശമുണ്ട്. ആത്മീയ ആകാശത്തിൽ ആത്മീയ ഗ്രഹങ്ങളാണ്. അപ്പോൾ ആത്മീയ ആകാശം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ വ്യക്തിപരമായിട്ടുള്ള ശാരീരിക പ്രഭയാലാണ് പ്രകാശിതമാകുന്നത്. അതിന് ആ ഒരു ബ്രഹ്മജ്യോതി പ്രഭയിൽ ആ ഒരു ആത്മീയ പ്രഭ. അപ്പോൾ അവിടെ ഒരിക്കലും ഇരുട്ടില്ല. അപ്പോൾ ആത്മീയ ലോകത്ത് അങ്ങനെയാണ്. അപ്പോൾ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൗതിക ലോകം എപ്പോഴും ഇരുട്ടാണെന്നാണ് പറയുന്നത്. കാരണം ഭൗതിക ലോകത്തിൽ നമുക്കൊന്നില്ലെങ്കിൽ സൂര്യപ്രകാശം വേണം, അല്ലെങ്കിൽ ചന്ദ്രപ്രകാശം വേണം, അല്ലെങ്കിൽ അഗ്നിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വൈദ്യുതി. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമാണ് പ്രകാശം. അപ്പം എപ്പോഴും ആ ഒരു പ്രകാശത്തിൻ്റെ ആവശ്യകതയുണ്ട് നമ്മുടെ ഈ ഭൗതിക ലോകത്ത്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഭൗതിക ലോകം ഒരു ഇരുണ്ട സ്ഥലമാണ്. അപ്പോൾ നമുക്കറിയാം, ഇരുട്ട്, നമുക്ക് ആ വെളിച്ചത്തിൻ്റെ അഭാവത്തിനെയാണ് നമ്മൾ ഇരുട്ട് എന്ന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇരുട്ടിൽ കാണാൻ കഴിയില്ല. നമുക്ക് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇരുട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ലാത്ത പോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്കറിയാം, ഇരുട്ട് എന്ന് വെച്ചാൽ ഭൗതിക അസ്തിത്വത്തിൻ്റെ, അതായത് ആ ഒരു അജ്ഞതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു അജ്ഞത മാറ്റണമെങ്കിൽ നമ്മളെപ്പോഴും ആ ശരിക്കുള്ള ആ ഒരു കറക്റ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞ്, നല്ലൊരു ഗുരുവിൽ നിന്നൊക്കെ അറിവ് കേട്ടറിഞ്ഞ് നാം അങ്ങനെ അറിവുള്ളവരായി മാറിയാൽ മാത്രമാണ് നമ്മുടെ ഈ അജ്ഞത നമ്മിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണമായ ഉറവിടമാണ് വേദസാഹിത്യം എന്ന് പറയുന്നത്, വേദഗ്രന്ഥങ്ങൾ. അപ്പോൾ നമുക്ക് ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടും. ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ലോകം, ഈ ഭൗതിക ലോകത്തിനപ്പുറത്ത് എന്താണ്, ആത്മീയമായിട്ടുള്ള ലോകം എന്താണ്, അതുപോലെ തന്നെ ഭഗവാൻ ആരാണ്, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മുടെ ആ ഒരു ശരിക്കുള്ള ആ ഒരു ഐഡൻറ്റിറ്റി എന്താണ്. അപ്പോൾ അതൊക്കെ പല വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഭാവാർത്ഥത്തിൽ പ്രഭാതർ പറയുന്നുണ്ട്, വേദങ്ങളിൽ ഈ സമയങ്ങൾ ശരീരം ത്യജിക്കാൻ ഉത്തമമെന്ന് പരാമർശിച്ചിരിക്കുന്നു. യോഗതന്ത്രത്തിൽ പരിപൂർണരായ പ്രവീണരായ പൂർണ്ണാഭിജ്ഞരായ യോഗികൾ ഈ ആനുകൂല്യത്തെ പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ പൂർണ്ണാഭിജ്ഞരായ യോഗികൾ എന്നതുകൊണ്ട് അഷ്ടാംഗ യോഗികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷ്ണുദേവനെ ഒരു അഷ്ടാംഗ യോഗിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ഇച്ഛാനുസരണം ജീവൻ ത്യജിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ശുഭകരമായിട്ടുള്ള ആ ഒരു ഉത്തരായണ കാലത്തിന് വേണ്ടി ശരീരം ഉപേക്ഷിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. പ്രഭാതർ തുടർന്ന് പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്ന പക്ഷം ഭൗതിക ശരീരം ത്യജിക്കാൻ കഴിവുള്ള ഒരവസ്ഥ പ്രാപ്തമാക്കുകയാണ് യോഗ പരിപൂർണതയുടെ അർത്ഥം. അതായത് മനസ്സിനെ അത്രയും നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ അവരുടെ ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അത്രയും ഉയർന്ന ചിന്താഗതിയായിരിക്കും, ആത്മീയ തലത്തിലുള്ള ചിന്താഗതിയായിരിക്കും. അങ്ങനെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ശരീരം ഉപേക്ഷിക്കാനും അതുപോലെ തന്നെ മറ്റു യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ഏത് ഗ്രഹത്തിലും ഒട്ടും താമസം കൂടാതെ എത്തിച്ചേരാനുള്ള കഴിവ് യോഗികൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ഭൗതികമായിട്ടുള്ള വാഹനങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. നമ്മൾക്കാണ് ഈ ഭൗതികമായിട്ടുള്ള വാഹനങ്ങളുടെ ആവശ്യം. പക്ഷേ ഈ ഭൗതികമായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും സൂര്യനിലേക്കൊന്നും പോകാൻ സാധിക്കില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ആ ഒരു
ഭൗതികമായിട്ടുള്ള വാഹനങ്ങൾക്ക് പോലും അത്രയും പരിമിതികളുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഈ ശരീരം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ത്യജിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ശരീരത്തെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ശരീരം അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പോൾ യോഗികൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ശരീരം ത്യജിക്കാനും ഇഷ്ടാനുസരണം ഉയർന്ന ഗ്രഹങ്ങളിലേക്ക്, ആത്മീയ ലോകങ്ങളിലേക്ക്, എവിടേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും അവരുടെ ആ ഒരു സൂക്ഷ്മ ശരീരങ്ങളിലൂടെ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അത്യുന്നതമായ ഗ്രഹങ്ങളിൽ എത്തിച്ചേരാനായിട്ട് യോഗികൾക്ക് സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യോഗികൾ അതീന്ദ്രിയവാദികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതീന്ദ്രിയമായിട്ട് ആധ്യാത്മികമായിട്ട് അറിവില്ലാത്ത നമ്മൾ ഭൗതികവാദികളെ പോലെയല്ല യോഗികൾ എന്ന് പറയുന്നത്. ഭൗതികവാദികൾക്ക് ഇതൊരിക്കലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മണിക്കൂറിൽ ദശലക്ഷക്കണക്കിന് മൈൽ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഉന്നത ഗ്രഹങ്ങളിൽ എത്തിച്ചേരാനുള്ള മനുഷ്യപ്രയത്നങ്ങൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് പറയുന്നത്. ഇപ്പം ഇപ്പോഴായാലും ഇപ്പോഴത്തെ കാലത്തായാലും ശാസ്ത്രജ്ഞരൊക്കെ ഇപ്പോൾ സ്പേസിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിലും അവർ മണിക്കൂറിൽ അത്രയും ദൂരം, ദശലക്ഷക്കണക്കിന് ദൂരം സഞ്ചരിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ശാസ്ത്രമാണ് എന്നാണ് പ്രഭാതര് പറയുന്നത്. അപ്പോൾ ഇതൊരു പുരാണോ അല്ലെങ്കിൽ ഫിക്ഷനോ ഒരു സാങ്കല്പികമായിട്ടുള്ള കഥകളൊന്നുമല്ല, ഇത് വാസ്തവത്തിൽ ഉള്ളതാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, മാത്രമല്ല ഭീഷ്മദേവന് ഇതിനെ എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് ശരിക്കും അറിവുണ്ടായിരുന്നു. തൻ്റെ ഭൗതിക ശരീരം ത്യജിക്കാൻ അനുയോജ്യമായ നിമിഷത്തെയാണ് അദ്ദേഹം കാത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ധീരോദാത്തനും കുലീനരുമായ പൗത്രർക്ക് പാണ്ഡവർ ഉപദേശം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ആ സുവർണ അവസരം സമാഗതമായി. അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് സമയത്തും തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ടും ആ ഉത്തരായണ പുണ്യകാലത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരുന്നു. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭീഷ്മദേവനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ ഒരു പുണ്യകാലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭീഷ്മദേവൻ ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തൻ തന്നെയാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തന്, അങ്ങനെ ഒരു ശുദ്ധഭക്തൻ ഏത് സമയത്ത് ശരീരം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഈ അഷ്ടാംഗയോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ശുഭസമയത്ത് ശരീരം ഉപേക്ഷിക്കേണ്ട ആവശ്യം. എന്നാൽ മാത്രമാണ് അവർക്ക് ആത്മീയ ലോകത്തേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഭീഷ്മദേവനെ പോലുള്ള ശുദ്ധഭക്തർക്കൊക്കെ ഒരു ശുഭസമയത്ത് ശരീരം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം അവരേത് സമയത്ത് എപ്പോൾ ശരീരം ഉപേക്ഷിച്ചാലും അവരെത്തിച്ചേരുക ആത്മീയ ലോകത്തായിരിക്കുമെന്നാണ് പറയുന്നത്. ആ പരമദിവ്യത്വം പുരുഷനായ ഭഗവാന്റെ ആ പരമധാമത്തിൽ തന്നെ അവരെത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഭക്തർക്കൊരിക്കലും ഒരു ശുഭസമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഭീഷ്മദേവൻ എപ്പോൾ ഇവിടെ ആ ശുഭസമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷേ അപ്പം അദ്ദേഹം ഭഗവാന്റെ ആ ഒരു ആഗ്രഹപ്രകാരം പാണ്ഡവർക്കൊക്കെ ഉപദേശങ്ങൾ നൽകുകയാണ്. തൻ്റെ പേരക്കുട്ടികളായ പാണ്ഡവർക്ക്, പ്രത്യേകിച്ചും യുധിഷ്ഠിര മഹാരാജാവിന്, അദ്ദേഹം താൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുന്ന യുധിഷ്ഠിര രാജാവിനെയും ഉപദേശിക്കുകയാണ്. അപ്പോൾ ഭീഷ്മദേവൻ്റെ ആ ഒരു ഉപദേശങ്ങൾ കേട്ട ശേഷം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അപ്പോൾ ആ ദുഃഖമൊക്കെ കുറയാണ്. അപ്പോൾ ഇവിടെ ഭീഷ്മദേവർ ശരശയ്യയിലാണ് കിടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സും അല്ലെങ്കിൽ ബുദ്ധിശക്തിയും എന്നൊക്കെ പറയുന്നത് അത്രയും പൂർണ്ണതയിലാണ് എന്നാണ് പറയേണ്ടത്. അപ്പം അത്രയും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പോലും ഭൗതികമായിട്ട് അത്രയും വേദനകൾ ശരിക്കും അനുഭവിക്കേണ്ട ആ സാഹചര്യമായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരിക്കലും ആ വേദനകളൊന്നും അനുഭവപ്പെടുന്നില്ല. അദ്ദേഹം എല്ലാത്തിനും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം അദ്ദേഹം ആ കൃഷ്ണാബോധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്, നമുക്കറിയാം ഭീഷ്മദേവൻ 12 മഹാജനങ്ങളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ പാണ്ഡവർ ധർമ്മത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ധർമ്മത്തെക്കുറിച്ച് വളരെ ആധികാരികതയോടെ തന്നെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതും അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെയാണ് അദ്ദേഹം ശരീരം ത്യജിക്കാനായിട്ട് പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ധീരോദാത്തരും കുലീനരുമായ പൗത്രർക്ക് ഉപദേശം നൽകിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ സുവർണ അവസരം സമാഗതമായി. ആകയാൽ ഉദാത്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ധർമാത്മാക്കളായ പാണ്ഡവരുടെയും ഭഗവാൻ വ്യാസദേവൻ്റെയും നേതൃത്വത്തിലുള്ള ശ്രേഷ്ഠ സന്യാസിമാരുടെയും
മറ്റ് ഉത്കൃഷ്ട ആത്മാക്കളുടെയും സമക്ഷം ഭീഷ്മദേവൻ തൻ്റെ ശരീരം ത്യജിക്കാനായിട്ട് തയ്യാറാവാണ്. അപ്പോൾ ഇവിടെ ആ ഭീഷ്മദേവൻ്റെ മെൻറ്റാലിറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും ശരശയ്യയിൽ കിടന്ന് ഇത്രയും വേദനകൾ അനുഭവിച്ചിട്ട് പോലും അത്രയും ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കാനും അത്രയും ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വേദന പോലും ശാരീരികമായ വേദന പോലും അറിയാതെ അത്രയും പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബുദ്ധിശക്തിയിലും മനസ്സും ഒക്കെ ആ ഒരു പൂർണ്ണതയിലായിട്ട് അത്രയും ഉപദേശങ്ങളൊക്കെ കൊടുക്കാനും അങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നത് ഇപ്പോഴും അദ്ദേഹം കൃഷ്ണാബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ്, ഭഗവാനെ അത്രയും ഭഗവത് ഭക്തനായതുകൊണ്ട് മാത്രമാണ്. അപ്പം അതാണ് ഈ 2 ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹരേ കൃഷ്ണ.